ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 ലോകം മുഴുവൻ പ്രണയ ദിനമായി ആഘോഷിക്കുന്നു. ആഘോഷിക്കപ്പെടേണ്ട പ്രണയം ആഘാതമായി തീരുന്ന സാഹചര്യം നിരന്തരമായി ഇപ്പോൾ കണ്ടുവരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ആരോഗ്യകരമായ പ്രണയം എങ്ങനെയെന്നതിനെക്കുറിച്ചാണ്. ഹലോ ഡോക്ടറിൽ നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷീന ജി സോമനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ലോകം മുഴുവൻ ഈ ഒരു ദിവസം പ്രണയദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഡോക്ടർക്ക് എന്താണ് തുടക്കത്തിൽ തന്നെ നമ്മളോട് പറയാനുള്ളത്? ലോകമെമ്പാടും ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, അതിന് പ്രണയികളുടെ ദിനവും പ്രണയം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ദിവസമായിട്ടാണ്. പലപ്പോഴും പ്രണയമൊക്കെ ചെറുപ്പക്കാരുടെ പ്രണയമായിട്ടാണ് നമ്മൾ വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലും ബുക്കുകളിലുമൊക്കെയുള്ള റൊമാൻസ് ആയിട്ട്. അപ്പോൾ എന്നിരുന്നാലും ഏത് സമൂഹമായാലും ഏത് ജനതയായാലും ലോക ജനത മൊത്തം പലപ്പോഴും അവരുടെ ഒരു എക്സിസ്റ്റൻസ്, അവരുടെ ഒരു ഹ്യൂമാനിറ്റിയുടെ ആധാരമായി നിൽക്കുന്നത് പ്രണയമാണെന്നുള്ളതാണ് സത്യം. പ്രകൃതിയിലും പ്രണയമുണ്ട്, ലവ് അല്ലേ? എല്ലാത്തിലും ആ നിറങ്ങളോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം, പൂക്കളോട് തോന്നുന്ന ഇഷ്ടം, അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറകൾ കൈമാറി ജനറ്റിക്സ് വരുന്നത് എല്ലാം ഈ പ്രണയത്തിൻ്റെ ആധാരത്തിലാണ്. പ്രണയമില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ കുലങ്ങളും നിന്നു പോവുക തന്നെ ചെയ്യും. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ എവിടെയോ മനുഷ്യൻ സ്നേഹവും കെയറിങ്ങും അല്ലെങ്കിൽ അതിലെ ആ പ്രണയവും ഒക്കെ കണ്ടെത്തിയപ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ഉണ്ടായത്, കുട്ടികളെ പരിരക്ഷിക്കുന്നത്. കെയറിങ് എന്ന് പറയുന്നത് പ്രണയവുമായി ചേർന്ന് തന്നെ പോകുന്നത് അവിടെയാണ്. അടുത്ത കാലത്ത് ഒരു കപ്പിൾ, ഒരു കമിതാക്കളുടെ കുഴിമാടത്തിൽ നിന്ന് അവർ വളരെ സ്നേഹത്തോടെ അന്യോന്യം ആശ്ലേഷിച്ച് കിടക്കുന്ന ഒരു പടം ഞാൻ ഈ ഇടയ്ക്ക് കാണാനുണ്ടായി. അപ്പോൾ ഇന്ന് കാണുന്ന പ്രണയം മാത്രമല്ല, കാലാകാലങ്ങളായി മനുഷ്യൻ്റെ ജനിതക ഘടനയിൽ തന്നെ പ്രണയമുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 365 ദിവസത്തിൽ നമ്മൾ ഒരു ദിവസം അത് ഓർക്കാനും അതിനെ ആഘോഷിക്കാനും എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വെറുപ്പും പകയുമുള്ള അതെല്ലാം വിദ്വേഷവും ഒക്കെ വളരുന്ന ഈ കാലഘട്ടത്തിൽ പ്രണയത്തെ നമ്മൾ ഹൃദയത്തോട് ചേർക്കുക തന്നെ വേണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ ഒരു ദിവസം എന്നത് പ്രത്യേകമായി നമ്മൾ ആഘോഷിക്കുന്നു എന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും ഈ പ്രണയം എന്നത് ആഘോഷമായി മാറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു പ്രണയം എന്നൊരു വികാരത്തെ അല്ലെങ്കിൽ ആ ഒരു മനോഹരമായ ഒരു കാര്യത്തെ ഇന്നത് നമ്മൾ ഓരോ ദിവസവും ആഘോഷിക്കുന്നു എന്ന് തോന്നുന്നില്ലേ? ഇന്നത്തെ തലമുറ അതിനെ വളരെയധികം കൊണ്ടാടുന്നതായി തോന്നുന്നില്ലേ? വളരെ നല്ലൊരു മാറ്റമാണ് അങ്ങനെ ഒരു മാറ്റം സമൂഹത്തിലുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളായി നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചിട്ട ഈ മനുഷ്യർ തമ്മിലുള്ള വികാര പ്രകടനങ്ങൾക്കും സ്നേഹത്തിനുമെല്ലാം അതിരുകളും വിലക്കുകളും അതുപോലെ തന്നെ സ്പേസും നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് വായിക്കുമ്പോഴും ബുക്കുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കൾച്ചർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രണയം ഒന്നിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നില്ല. അതിപ്പോൾ നമ്മുടെ ടെമ്പിൾ ആർട്ടിലാണെങ്കിലും നമ്മുടെ എല്ലാ ഐതിഹ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏത് ഒരു കഥയെടുത്താലും അതിനകത്തെല്ലാം പ്രണയമുണ്ട്. പ്രണയത്തിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ചരിത്രമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കുള്ളത്. കാമസൂത്ര വന്ന രാജ്യമാണിത്. കാമ എന്ന് പറയുന്നതിനെ ഡിസയർ അല്ലെങ്കിൽ ലുബിയാദി എന്ന് പറയുന്ന സാൻസ്ക്രിത് വേർഡിൽ നിന്നാണ് പ്രണയത്തിൻ്റെ വാക്കുണ്ടായതെന്നാണ് പറയുന്നത്. ലൂഫു എന്ന് പറയുന്ന ഒരു ജർമ്മൻ വേർഡും ഒപ്പമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ പ്രണയവും ഡിസയർ എന്ന് എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. പക്ഷേ കാലാകാലങ്ങളായുള്ള മാറ്റങ്ങൾ, ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ പ്രണയത്തിൻ്റെ എക്സ്പ്രഷനിലെല്ലാം മാറ്റം വന്നു. മതത്തിന് വലിയൊരു അടിസ്ഥാനം ഇതിനായിട്ടുണ്ട്. മതപരമായ ആചാരങ്ങളിൽ കൂടി മാത്രം അല്ലെങ്കിൽ അതിൻ്റെ അതിർവരമ്പുകളിൽ പ്രണയത്തിനെ പിടിച്ചു കെട്ടുന്ന അവസ്ഥയുണ്ടായി. ഒപ്പം പ്രണയം എന്ന് പറയുന്നത് ഒരു മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കല്യാണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകുകയും ഒക്കെ ഒരു ചെയ്ത കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനം പലപ്പോഴും സദാചാരം അല്ലെങ്കിൽ തെറ്റുകൾ, പ്രണയത്തിൽ തെറ്റ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വരമ്പുകൾ എങ്ങനെയെന്ന് നിഷ്കർഷിക്കുന്ന പലപ്പോഴും വ്യക്തിയല്ല, ചുറ്റുമുള്ള സമൂഹമൊക്കെ ആയി മാറി. പക്ഷേ കാലങ്ങളുടെ ഒരു മോഡേൺ വേൾഡിൻ്റെ എവല്യൂഷനിൽ പ്രണയത്തിലും മാറ്റങ്ങളുണ്ട്. ഉറപ്പായിട്ടും പ്രണയത്തിനുള്ള ആക്സെപ്റ്റൻസിലും മാറ്റം വന്നിട്ടുണ്ട്. മനസ്സിൽ അടക്കി പിടിക്കേണ്ടത്, പുറമേക്ക് കാണിക്കാൻ പാടില്ലാത്തത് പബ്ലിക്കായിട്ട് എത്രമാത്രം ഡിസ്പ്ലേ ചെയ്യാം, ഇതിലെല്ലാത്തിലും കാലാനുസൃതമായി മോഡേൺ വേൾഡിലും അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
കൾച്ചറലി ഓൾസോ ഇന്ന് നമുക്കൊരു രാജ്യത്തേക്ക് നമ്മുടെ കൾച്ചർ ഒതുങ്ങുന്നില്ല. ഗ്ലോബൽ സിറ്റിസൺസ് ആണ് ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ. അവർക്ക് എല്ലാ രാജ്യങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഉള്ള തിരിച്ചറിവുണ്ട്. നമ്മുടെ മീഡിയ ആണെങ്കിലും അപ്പോൾ ലോകമെമ്പാടും ആൾക്കാർ ഇന്ന് കണക്റ്റഡ് ടുഗദറാണ്. അപ്പോൾ കൾച്ചറിൽ അതിൻ്റെ വ്യത്യാസമുണ്ട്. പ്രണയത്തിൻ്റെ പ്രകടനങ്ങളിലും അതിൻ്റെ കാലാനുസൃതമായി ഇന്ന് കുറച്ചുകൂടി ധൈര്യവും ഫ്രീഡവും ഒക്കെ മേ ബി ഇന്നത്തെ പുതിയ തലമുറ പ്രണയത്തിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം പ്രണയവും ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഒരു നല്ല ബന്ധങ്ങൾക്കൊക്കെയുള്ള അതിർവരമ്പുകളും പഴയതുപോലെ അത്ര ഡിഫൈൻഡ് അല്ല. പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ തന്നെ അതിനെ കാണുന്ന കാഴ്ചപ്പാടെല്ലാം വളരെ നെഗറ്റീവ് ആകാൻ സാധ്യത. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സൗഹൃദവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് പുതിയ തലമുറയെ സംബന്ധിച്ചോളം. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഒരു വികാരത്തിനപ്പുറം അതൊരു ബന്ധമായിട്ട് മാത്രം ഒതുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതൊരു നല്ല മാറ്റവുമാണ്. അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രണയം ഒരു പ്രായത്തിൻ്റെതല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രണയിക്കാൻ ഒരു പ്രായം ഇല്ല എന്നതല്ലേ അതിൻ്റെ ഒരു സത്യാവസ്ഥ? അപ്പോൾ ഞാൻ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊളീഗ് പറയുമായിരുന്നു, ഇന്ന് അവരുടെ കുഞ്ഞ് രണ്ടാം ക്ലാസ്സുകാരി സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്മയോട് ചോദിച്ചിടത്തേ അമ്മ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേന്ന്. അപ്പോൾ അമ്മ ഞെട്ടി, ഈ 2 വയസ്സ് രണ്ടാം ക്ലാസ്സുകാരിക്ക് എങ്ങനെയാണ് വാലന്റൈൻസ് ഡേയെ പറ്റിയത്? എനിക്ക് തോന്നുന്നു ഈ സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, അത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യനിൽ അന്തർലീനമായിട്ടിരിക്കുന്നതിന് കൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രായഭേദമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും പൊതുവേ കഥകളിലാണെങ്കിലും റൊമാൻസിൻ്റെ സങ്കല്പങ്ങളിലാണെങ്കിലും അതെല്ലാം ഒരു 13 വയസ്സ് മുതൽ മേ ബി 25-30 വയസ്സ് വരെയുള്ള ഒരു സംഭവമായിട്ടാണ് ആൾക്കാർ കാണുക. പക്ഷേ ഞാൻ അങ്ങനെ കാണുന്നില്ല. അത് എറിക് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുണ്ടാകുന്നതിലും എല്ലാം ആ സ്നേഹമുണ്ട്. പ്രണയം എന്ന വാക്ക് ബോണ്ടിങ്, അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നതെല്ലാം ആ ട്രസ്റ്റും സ്നേഹവും എല്ലാം കുഞ്ഞമ്മയുടെ ഉദരത്തിൽ വരുമ്പോൾ തന്നെയുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേജസിലും ഉറപ്പായും സ്നേഹത്തിൻ്റെ അടിത്തറയുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പ്രണയദിനത്തിൽ പറയുന്ന പ്രണയത്തിനൊക്കെ യൂഷ്വലി ഒരു 20 മുതൽ 40 വയസ്സുകളിലാണ് നമ്മൾ ഏറ്റവും മാനം നൽകുന്നത്. അതിൻ്റെ തുടക്കം അതൊക്കെ മുന്നേ ഒരു ടീനേജ് സമയത്ത് തുടങ്ങുമെങ്കിലും 20 to 40 ആണ് എറിക് എറിക്സനെ സംബന്ധിച്ച് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞത്. ഇൻറ്റിമസി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ആ സമയത്ത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വികാരം. ഈ പങ്കാളിയെ കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തുന്നതിൽ അവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും ബോണ്ടിങ്ങിലും എല്ലാം പ്രണയം തന്നെയാണ് വെളിവാകുന്നത്. ആ പ്രണയത്തിലാണ് അവർ തമ്മിലൊരു ഉടമ്പടി തന്നെ, ജീവിതം മുന്നോട്ട് ഒരുമിച്ച് എന്ന് പറയുന്ന ഒരു ഉടമ്പടി വരുന്നതും ആ പ്രണയത്തിൽ. അതിനെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയാം. ഒപ്പം അതിനോടൊപ്പം കാമം അല്ലെങ്കിൽ ലോയൽറ്റി, സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു പ്രോമിസ്, ഇതെല്ലാം ആ പ്രണയത്തിൽ വരുന്നു. എന്നാൽ ചില പ്രണയങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുമില്ല. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ജയ ആണ്. ജയ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. പ്രണയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വിഷയം. ഇപ്പൊ ഈ പണ്ട് കാലങ്ങളിൽ എല്ലാ പ്രണയവും ഇപ്പോഴത്തെ പ്രണയം ഒരുപാട് മാറിപ്പോയെന്നൊരു തോന്നലുണ്ട്. പണ്ട് ഒരുപാട് ഇങ്ങനെ കാണാനും അങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല, കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്റെയൊക്കെ കാലഘട്ടത്തില്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഫിലിമിന് പോകാൻ അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചുകൂടി ഇതായിട്ട് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പഴയ കാലത്തെ ആ ഒരു സിറ്റുവേഷനാണ്. കാണാനും സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും അന്നത്തെ സ്നേഹത്തിനൊരു ബലമുണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഇപ്പൊ അത്രത്തോളം തോന്നണില്ല. ഒരു കുറച്ച് നാളത്തെ ഒരു ഇതിനു വേണ്ടി മാത്രം പ്രണയിക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് അതൊക്കെ ഒരു ടൈം പാസ് അത്രയായിട്ട് കാണുന്ന കുട്ടി. പക്ഷെ പണ്ട് അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും നല്ലൊരു ബന്ധവും നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊതുവേ നമ്മളെപ്പോഴും നമ്മുടെ പ്രായത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലുള്ളതാണ് നമ്മുടെ അനുഭവം, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അടിസ്ഥാനമാകുന്നത്. പലപ്പോഴും ഈ പ്രണയത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും പഴയ കാലമായിരുന്നു നല്ലത് എന്ന് പറയുന്ന ഒരു രീതി ഉറപ്പായിട്ടും കാലം കഴിയും തോറും നമ്മൾ മുതിർന്ന് വയസ്സാകുന്നത് അനുസരിച്ച് എല്ലാ പ്രായത്തിലും 40 വയസ്സുകാരൻ്റെ ലോകമല്ല 70 വയസ്സുകാരൻ്റെ ലോകം, അതുപോലെ 20 വയസ്സുകാരൻ്റെ ലോകമല്ല 40 വയസ്സുകാരുടെ ലോകം. അപ്പോൾ അങ്ങനൊരു കാഴ്ചപ്പാടിൽ ഇത് കാണുകയാണെങ്കിൽ
പ്രണയത്തിന് ഓരോ കാലഘട്ടത്തിലും മാനമുണ്ടായിരുന്നു, ചിലപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിരുന്നു എന്ന്. പിന്നെ ഇന്നത്തെ കാലത്ത് മോഡേൺ വേൾഡിൽ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഒരു പാതി കാര്യങ്ങളും, പാതിയല്ല, ഒരു മുക്കാൽ കാര്യങ്ങളും ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടിയാണ്. നമുക്കൊരു മൊബൈൽ സ്ക്രീനിൻ്റെ അപ്പുറത്ത് നമുക്ക് പ്രണയിക്കാം, അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പിലോ ഒരു ചാറ്റിലോ കൂടുതൽ ഇന്ന് ആൾക്കാരെ കണക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരാളും നമുക്ക് പ്രാപ്യമാണ്, നമുക്ക് റീച്ചബിളാണ്. എന്നാൽ സാധാരണ ഒരു മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അവർ മാക്സിമം ഇടപഴകാൻ സാധ്യതയുള്ള ഒരു 60,000 പേരാണെന്നാണ് സൈക്കോളജി പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ഗ്ലോബലി അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് മോഡേൺ വേൾഡിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ചോയ്സും ഓപ്ഷൻസും കൂടുന്നു, അതിൻ്റെ ഡെപ്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴവും പരപ്പിലും എല്ലാം അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. പക്ഷേ അതിൻ്റേതായ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പൊതുവേ ഒരു റൊമാൻറ്റിസൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രണയം കാണുമ്പോൾ, പഴയ കാലത്തെ പ്രണയത്തിന് ഇപ്പോൾ മാംസനിബദ്ധമല്ല രാഗം എന്ന് കുമാരനാശാൻ പറയുന്നത് പോലെ ഒക്കെ അതിനൊക്കെ ഒരു പരിഭാവനത അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു പ്യൂരിറ്റിയെ പറ്റിയൊക്കെ കുറച്ച് ഓവറായിട്ടൊരു കാഴ്ചപ്പാട് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ കാലാനുസൃതമായ നല്ലൊരു മാറ്റം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി അതിനെ ഒരു ഹ്യൂമൻ രീതിയിലും കുറച്ചുകൂടി ഒരു നാച്ചുറൽ രീതിയിൽ നൈസർഗികമായ ഒരു വിഷയമായിട്ട് അതിനെ കാണാൻ, കൂടുതൽ അങ്ങ് കാൽപ്പനികവൽക്കരിക്കാതെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ ഇന്നത്തെ തലമുറ പ്രണയത്തെ കാണാൻ ശ്രമിക്കുന്നു. അതൊരു നല്ല മാറ്റമാണ്, അതൊരു കാലാനുസൃതമായ മാറ്റമാണ്, അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാണാതെയും മിണ്ടാതെയും ഇരുന്ന പ്രണയത്തിന് വലിയ ആഴമുണ്ടായിരുന്നു, ഉറപ്പാണ്. പക്ഷേ കണ്ടും മിണ്ടിയുമുള്ള പ്രണയത്തിൽ ബ്രേക്കപ്സ് കൂടുതലാണ് എന്ന് പറയുന്നു. ഉറപ്പായിട്ടും ചേരുന്നില്ല എന്ന് തോന്നുന്ന ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ തലമുറ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതൊരു വലിയ വളർച്ചയാണ്. നോ പറയുക എന്നുള്ളതും പ്രണയത്തിൽ പ്രധാനമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് എപ്പോഴും അടുത്തുള്ളത് നമുക്ക് വിലയില്ല എന്ന് പറയും, ദൂരെ ഇരിക്കുന്നത്. അപ്പം ഈ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കാണാത്തത് കാര്യങ്ങളിലെല്ലാം പണ്ട് നമുക്കങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണാൻ കഴിയാത്ത കാലഘട്ടങ്ങളെ പറ്റി നമ്മുടെ മുതിർന്നവർ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ തലമുറകളൊക്കെ നമ്മളോട് പറയുമ്പം അതിന് വലിയൊരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ഉറപ്പായിട്ട് ആ ഇൻറ്റൻസിറ്റി പഴയകാല പ്രണയങ്ങൾക്ക് കൂടുതലാണ്. ആത്മാർത്ഥതയും കമ്മിറ്റ്മെൻറ്റും എല്ലാം ഫീൽ ചെയ്തിരുന്നതും കൂടുതലാണ്. അത് ഉറപ്പായിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടി അതിനൊരു അത്രയും ഡെപ്ത് വേണമെന്ന് ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല. ഡെപ്തുള്ള ബന്ധങ്ങളും ഉണ്ട് താനും. എന്നാലും കുറച്ചുകൂടി അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ മാനസികമായി മാത്രം പ്രണയം ഫീൽ ചെയ്യാമെന്ന് മാത്രമല്ല, ഈ ഒരു വേൾഡ്ലി ആയിട്ടും ശാരീരികമായിട്ടും ഇമോഷണലിയും ഇൻ റിയൽ വേൾഡിൽ പ്രണയത്തെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇന്നത്തെ ആൾക്കാർ കൂടുതലും ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാഡം പറഞ്ഞതുപോലെ ഉണ്ട് ഉറപ്പായും. ഡോക്ടർ, ഞാൻ പ്രേക്ഷകർ ചോദിച്ചോടൊപ്പം തന്നെ ഡോക്ടർ പറഞ്ഞത് കൂട്ടി ചോദിക്കുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് തന്നെ പ്രണയത്തിന് വിവിധ ഭാവങ്ങളിലേക്ക് പ്രണയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കാം. ഇപ്പോൾ കാണാതിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രണയമാണെങ്കിലും അതിൻ്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഒരുപാട് വ്യത്യാസമുണ്ടാകും. അപ്പോൾ കഴിഞ്ഞൊരു കാലത്തേക്കാൾ ഇപ്പോഴത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രണയത്തിന് പല ഭാവങ്ങളാണ്. അത് പ്രണയം എന്നത് മനോഹരമായിട്ടും കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് പ്രണയം ഇപ്പോൾ ടോക്സിക് ആയിട്ട് മാറുന്ന ഒരു രീതിയും കാണും. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈയിടെയായിട്ട് അടുത്ത് ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കുകൂടിയാണ് ടോക്സിക് റിലേഷൻ എന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റി ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ടും ഈ ടോക്സിസിറ്റി എന്നൊരു വാക്ക് പുതിയ വാക്കാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ? എവിടെയാണ് പ്രണയം സക്സസ്ഫുൾ ആകുന്നൊരു പ്രണയം കുടുംബകലവും സക്സസ്ഫുൾ ആകാത്ത പരാജയമാകുന്ന ഒരു പ്രണയം കവിതയുമാണെന്നാണ് MN വിജയൻ മാഷ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പം വിജയിക്കുന്ന പ്രണയം കുടുംബകലഹവും വിജയിക്കാത്ത പ്രണയം കവിതയുമാണെന്നാണ്. ആലോചിച്ച് നോക്കി, അതിനകത്ത് തന്നെ ഒരു റൊമാൻസ് ഉണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ പ്രണയത്തിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ മിക്കപ്പോഴും സ്ത്രീ അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ ജോലി ഒക്കെ വിട്ട് പുരുഷനോട്, അന്നത്തെ കാലത്തെ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ ആ ഒരു പാട്രിയാർക്കി പലപ്പോഴും ടോക്സിസിറ്റി സ്ത്രീക്ക് നൽകിയിരുന്നു. അന്നൊരു ആ വാക്കിൽ കൂടി ആ കണ്ണിൽ കൂടി ആ ബന്ധങ്ങളെ കണ്ടിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ അന്ന് പ്രണയത്തിനൊരു നോ പറയുമ്പോഴൊക്കെയുള്ളൊരു അക്സെപ്റ്റൻസ് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട്. കാരണം ഈഗോ വർക്ക് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ഈഗോയിസത്തിൽ നാർസിസം വളരുന്നൊരു കാലഘട്ടമാണിത്. ഞാൻ എന്ന് പറയുന്ന ഭാവത്തിന് വളരെയധികം സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ആ ഞാനെ തള്ളിക്കളയുകയോ പുച്ഛിക്കുകയോ തേക്കുകയോ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ കാണുമ്പോൾ നോ പലപ്പോഴും ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രണയത്തിൽ പക വരുന്നതും
കുറച്ചുകൂടി കോമൺ ആണ്. ആ പകയെ ഒരു വെഞ്ചൻസ്, ഒരു റിവെഞ്ച്ഫുൾ ആയിട്ട് കൊലപാതകങ്ങളിലേക്കും ഉപദ്രവിക്കുന്നതിലേക്കൊക്കെ പോകുന്നുള്ള ഇൻസിഡൻസ് നമ്മൾ ചുറ്റും കാണുമ്പോൾ നമുക്ക് തോന്നും പ്രണയത്തിൽ പകയും വളരെയധികം കൂടിയിരിക്കുന്നു. അതെനിക്ക് തോന്നുന്നു ഈ ഈഗോ ഇഞ്ചുറി, 1ഉം 2ഉം കുട്ടികളാണ്, അവർക്ക് നോ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനുള്ള പാട്. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്രേക്കപ്പ് ആ ബന്ധത്തിൽ മാത്രമല്ല, അവരെ മൊത്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് പ്രണയങ്ങളെ കാണുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലല്ലേ എല്ലാം പ്രണയത്തിന് ശരിയാണ്, ഒരു ചെറിയൊരു അതിർവരമ്പ് ടോക്സിസിറ്റിയിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ ഒബ്സസീവ് ആയിട്ടുള്ള ലവിനെ ആഘോഷിക്കുന്ന രീതി, കാന്താരിയും എന്താ പറയുക കലിപ്പന്മാരുടെയും പ്രണയം അതിനെ ഉദ്ഘോഷിക്കുന്ന ഒരു രീതിയും എല്ലാം ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ സട്ടിലായിട്ടും കാമായിട്ടും അന്യോന്യം സപ്പോർട്ടീവായിട്ടുള്ള കപ്പിൾസും നമ്മുടെ ചുറ്റുമുണ്ട്. ആ പ്രണയത്തിൻ്റെ നല്ലത് മാത്രം, ആ ഫിൽറ്ററിൽ കൂടി നല്ലത് മാത്രം എടുക്കുകയും അതിലെ മോശം കാര്യങ്ങളെല്ലാം തള്ളിക്കളയാൻ രീതിയിൽ വ്യക്തിത്വ വളർച്ചയുള്ളവർ തമ്മിലുള്ള പ്രണയബന്ധങ്ങളും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അജിയാണ്. അജി, ഡോക്ടറോട് ചോദിച്ചോളൂ. വളർച്ചയുള്ളവർ തമ്മിലുള്ള പ്രണയബന്ധങ്ങളും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് അജിൻ, സംസാരിച്ചോളൂ. വ്യക്തമാകുന്നില്ല ഡോക്ടർ. ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, നമുക്ക് നേരത്തെ സംസാരിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടോക്സിക് റിലേഷൻ, ഡോക്ടർ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഈഗോ ഹേർട്ട് ആവുക എന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റൊരാൾ കൂടുതൽ കൈ കടത്തുമ്പോഴുണ്ടാവുന്നത് അതിനൊരാളത്തിന് ഈഗോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഇതിനകത്ത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുമ്പോൾ ആ ഈഗോ, അതിനേക്കാളും ഞാനിവിടെ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, ഡിപ്പെൻഡൻസിയെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. പ്രണയത്തിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ബോണ്ടിങ് ഉണ്ട്, പക്ഷേ ഈ അറ്റാച്ച്മെൻ്റ് ലെവലുകൾ എവിടെ എന്നുള്ളതാണ്. മറ്റൊരാളുടെ സ്പേസിലേക്ക് കടന്നു കയറി അവരെ ശ്വാസം മുട്ടിക്കുന്ന ലെവലിലേക്ക് അത് എത്തുമ്പോൾ അത് അറ്റാച്ച്മെൻറ്റ്, ഡിപ്പെൻഡൻസിയും ഒബ്സഷനുമാണ്. ഉറപ്പായിട്ടും അതിൻ്റെ ചുവട് പിടിച്ച് ടോക്സിസിറ്റി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഡിറ്റാച്ച്മെൻറ്റ്, വേണ്ട രീതിയിലുള്ള ഇമോഷണൽ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുകയും ഗോസ്റ്റിംഗ് ചില സമയങ്ങളിലുണ്ട്, ചില സമയങ്ങളിലില്ല, അങ്ങനെ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് നൽകുന്ന ബന്ധങ്ങൾ, അതിലെല്ലാം സ്ട്രെസ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഏറ്റവും നല്ല പാകം, ഒരു നല്ല റെസിപ്പി ഓഫ് ലവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെ വ്യക്തിത്വം വളരെ പ്രാധാന്യമാണ്. ഒപ്പം സ്വയം അവരെങ്ങനെ കാണുന്നു, മറ്റേ ആ പങ്കാളിയെ അവരെങ്ങനെ കാണുന്നു എന്നുള്ളതും വളരെ പലപ്പോഴും ബന്ധങ്ങളിൽ ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അവരെ തന്നെയാണ്. അതാണ് ആ ഈഗോ എന്ന് പറയുന്നത്. അവർക്ക് നമ്മളെ സ്നേഹിക്കാനാണ് പറയുന്നത്, അവർക്ക് അവരെ നന്നായിട്ട് അറിയാം. പക്ഷെ പലപ്പോഴും പങ്കാളി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്നത് ചിലപ്പോൾ കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിരുദ്ധാഭിപ്രായങ്ങളും ടോക്സിസിറ്റിയും വളരെ. ഇനി പങ്കാളി എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അയാളുമായിട്ട് മുന്നോട്ട് ചേർന്ന് പോകാൻ കഴിയുമോ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവും. എനിക്ക് വേണ്ട പ്രണയം ഇങ്ങനെയാണ്, ഇങ്ങനെ തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് അതൊരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ്. കാരണം ചോദിക്കുമ്പോൾ കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ സംഭവിക്കുക. അപ്പോൾ അറിഞ്ഞ് നൽകാൻ കഴിയുക, അറിഞ്ഞ് മനസ്സിലാക്കി ഷെയറിങ് വളരെ നാച്ചുറലായിട്ട് വരുന്നൊരു പ്രോസസ്സാണെങ്കിൽ ഇതിനകത്തെ സ്വാതന്ത്ര്യത്തിൻ്റെയോ സ്പേസുകളുടെയോ പ്രശ്നമില്ല. രണ്ടുപേരും അവരവരുടെ സ്പേസുകളിൽ സന്തുഷ്ടരാണ്. ഒരുമിച്ച് വരുന്ന സ്പേസിൽ അവർ അന്യോന്യം ഷെയർഡാണ്. എന്നാൽ മറ്റേയാൾ ഉൾപ്പെടാത്ത ആ സ്പേസിനെ അന്യോന്യം പരസ്പരം ബഹുമാനിക്കാനുള്ളൊരു കഴിവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രണയിനി ആവണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രണയിതാവ് ആകണമെങ്കിൽ, ഒരു നല്ലൊരു കാമുകിയും കാമുകനും ആകണമെങ്കിൽ സ്വയം വ്യക്തി എന്ന രീതിയിൽ നല്ലതാകേണ്ടതും ആവശ്യമാണ്. ആസ് എ മാൻ ആൻഡ് എ വുമൺ അവരുടെ പേഴ്സണാലിറ്റിയിലും ആ ഇമ്പ്രൂവ്മെൻറ്റ് വരണം. ചിലപ്പോൾ പ്രണയം തന്നെ ആ വ്യക്തികളെ ഇമ്പ്രൂവ് ചെയ്യാം. ചിലപ്പോൾ പ്രണയത്തിൽ നിൽക്കുന്ന ആൾക്കാർ പറയും ഞാൻ അതോടുകൂടി ഞാൻ ആകെ മാറിപ്പോയി, ഞാൻ മെച്ചപ്പെട്ടു, ഞാൻ വളരെ കോൺഫിഡൻ്റായി, ഞാൻ സ്മാർട്ടായി. ഉറപ്പായിട്ട് അത് നല്ലതല്ലേ. എന്നാൽ ചില പ്രണയങ്ങൾ എങ്ങനെയാണ്, നേരെ തിരിച്ചാണ്. അതോടുകൂടി നമ്മുടെ മറ്റു വ്യക്തിബന്ധങ്ങളെല്ലാം മുറിച്ചു കളയുന്നു. ഫ്രണ്ട്സ് പാടില്ല, എവിടെ പോകുന്നു എന്ന് പറയണം, എല്ലാം വളരെ ചട്ടക്കൂട്ടുകളിലും ഒരു എന്താ പറയുക കൂട്ടിലടച്ച കിളിയെ പോലെയാണ്. അപ്പോൾ പ്രണയമാണ് ആ കൂട്, പക്ഷേ കിളി അതിനകത്ത് വളരെയധികം ശ്വാസം മുട്ടിയിട്ട് അങ്ങനെയുള്ള വീർപ്പുമുട്ടൽ ഉറപ്പായിട്ടും ടോക്സിസിറ്റിയുടെ ലക്ഷണമാണ്. അത് ഭാവിയിൽ ബന്ധ തകർച്ചയ്ക്കും ബ്രേക്കപ്സിനും അല്ലെങ്കിൽ ഒരു റിവെഞ്ച്ഫുൾ പ്രണയപ്പകയ്ക്കുമൊക്കെയുള്ള കാരണമാകാം. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തികളോ വരുമ്പോഴെല്ലാം അവരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രണയത്തിന് നിങ്ങൾ ഫിറ്റാണോ എന്ന് സ്വയം ചോദിക്കണം. അങ്ങനെ ഒരു പ്രണയം നൽകാനും പ്രണയം സ്വീകരിക്കാനുമുള്ള ഫിറ്റ്നസ് നിങ്ങൾക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അർമാദിച്ച് പ്രണയിക്കണം. പക്ഷേ അതോടൊപ്പം നിങ്ങളിൽ ചില കാര്യങ്ങൾ അത്ര പോരാ എന്ന് ഉള്ളിലേക്ക് നോക്കി നിങ്ങൾക്ക്
നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട് അതിൽ വർക്ക് ചെയ്യാനും തയ്യാറായിരിക്കണം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് സ്വയം തോന്നും, ചിലപ്പോൾ പങ്കാളിയായിരിക്കും അത് സൂചിപ്പിക്കുന്നത്, ഫീഡ്ബാക്ക് തരുന്നത്. ആ ഫീഡ്ബാക്കിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഗ്രേസ്, ഒരു സ്പേസ് ആ ബന്ധത്തിൽ ഉണ്ടാകണം. അവസാനം എന്തായാലും ആ ബന്ധം ഒരു ടീമാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ടീമായിട്ട് അന്യോന്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും വളർച്ചയ്ക്ക് കാരണമാകുവാണെങ്കിൽ ആ പ്രണയത്തിന് ഒരു ആയുസ്സുണ്ട്. ഇല്ലാത്ത പ്രണയം ഉറപ്പായിട്ടും അത് കാലം കഴിയുന്തോറും അത് വിട്ടുപോകാനും ബ്രേക്ക് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത തന്നെയാണ്. വളർച്ചയുള്ള ഒരു ബന്ധം പലപ്പോഴും രണ്ട് വ്യക്തികൾ വിട്ടുകളയാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം അതിനകത്ത് ടോക്സിസിറ്റിയും കുറവായിരിക്കും. പ്രണയദിനത്തിൽ പ്രണയത്തെ പറ്റിയാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുധർമ്മനാണ്. സുധർമ്മൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, ഓക്കെ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഈ ഇന്ന് നമ്മുടെ വാലന്റൈൻ ഡേ പറ്റിയാണല്ലോ സബ്ജക്റ്റ്. അതെ, പറഞ്ഞോളൂ. അത് ഈ വാലന്റൈൻ ഡേ സെലിബ്രേഷനെ പറ്റിയൊക്കെ ഡോക്ടർ ഇപ്പോൾ ഉള്ള യങ് ജനറേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എല്ലാ ആഘോഷങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. എന്തിനാ ആഘോഷങ്ങൾ കുറയ്ക്കുന്ന? ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. പ്രണയവും സ്നേഹവും ഒക്കെ ആഘോഷിക്കപ്പെടേണ്ടതാണ്. അതൊരു ദിവസത്തിലേക്ക് ഒതുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ദിവസവും ആഘോഷിക്കേണ്ട വിഷയമാണ്. അല്ല, പണ്ട് ഈ വാലന്റൈൻ ഡേ പറ്റിയൊന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഇപ്പം വാലന്റൈൻ ഡേ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് യങ് ജനറേഷൻ. അപ്പൊ അവർക്ക് അതിനൊരു പരിധി വെക്കണ്ടേ ഇങ്ങനെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട്? 100 വർഷം മുന്നേ പല കാര്യങ്ങളും നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ അതുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങളെ എംബ്രേസ് ചെയ്യാനും പഠിക്കുക എന്ന് പറയുന്നതും മനുഷ്യൻ്റെ കഴിവാണ്, അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അതിലെ നല്ലതെടുക്കുക, വേണ്ടാത്തത് എടുക്കാതിരിക്കുക, നല്ലത് സ്വീകരിക്കുക. അങ്ങനെയാണല്ലോ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു കാലത്തോട്ടോ അല്ലെങ്കിൽ TV ഇല്ലാത്ത മൊബൈൽ ഇല്ലാത്തൊരു കാലത്തിലേക്കോ പോകാൻ കഴിയും. അപ്പോൾ ആഘോഷങ്ങളിലും ഒരു 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 ലോക ജനതയുടെ ഭാഗമാകുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരം കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാവും. അതിൽ നല്ലത് സ്വീകരിക്കാം എന്നുള്ളതാണ്. പിന്നെ അതൊരു ഒരു യുവതലമുറയുടെ മാത്രം കാഴ്ചപ്പാടായിട്ട് കാണുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോട്ടമായി ഞാൻ കാണുന്നത്. എന്തുകൊണ്ട് കുടുംബങ്ങളിൽ മാരേജസിനകത്ത് പ്രണയം തീരുന്നു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിജയിച്ച പ്രണയം കുടുംബകലഹമാകണ്ടല്ലോ. ഏറ്റവും അധികം പ്രണയം ആഘോഷിക്കപ്പെടേണ്ടത് ബന്ധങ്ങളിലാണ്, കുടുംബ ബന്ധങ്ങളിൽ, മാരേജസിനകത്ത്. കല്യാണം കഴിയുമ്പോഴുണ്ടാകുന്ന പലപ്പോഴും പങ്കാളികളിലുള്ള മാറ്റം എന്ന് പറയുന്നത് അതായി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പ്രണയിക്കേണ്ട ആവശ്യമില്ലാതെയാണ്. വീട്ടിൻ്റെ മൂലയ്ക്കിരിക്കുന്ന ചെടി പോലെയാണത്. ആ ചെടി മൂലയ്ക്കിരുന്നാൽ അത് അവിടെ ഇരുന്ന് മുരടിച്ചു പോകും. അപ്പോൾ എന്നും വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ പ്രണയം പൊടിതട്ടിയെടുക്കാനുള്ള ഒരു അവസരമാണെങ്കിൽ ഉറപ്പായിട്ടും വീടുകൾക്കകത്തും പ്രണയദിനം ആഘോഷിക്കാം എന്നുള്ള. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഈ ആഘോഷത്തിൻ്റെ നേർക്ക് മുഖം തിരിച്ച് നിൽക്കേണ്ട എന്നാണ് ഒരു മനോരോഗ വിദഗ്ധ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു ശരിയുണ്ട്, അതിനകത്തൊരു ശരിപക്ഷമുണ്ട് ഉറപ്പായിട്ടും. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലം മാറുന്നതിനനുസരിച്ച് തന്നെ പ്രണയത്തിൻ്റെയും നമ്മൾ ഓരോ രീതികളും, നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രണയവും മാറുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൻ്റെ, ഇപ്പോൾ കൗമാരകാലത്തും വാർദ്ധക്യകാലത്തും പ്രണയം നമുക്ക് തോന്നാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രണയങ്ങളും അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും, ഇപ്പോൾ കൗമാരകാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന പ്രണയം അല്ലെങ്കിൽ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന ആ പ്രണയം, അതിനെ രണ്ടും എങ്ങനെയാണ് മനോഹരമാക്കുന്നത്? പൊതുവെ ശാരീരിക മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹോർമോണുകൾക്കെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രണയം തുടിപ്പിക്കാനുള്ള കഴിവുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ടീനേജ് കാലഘട്ടത്തിലെല്ലാം പ്രണയത്തിൻ്റെ ഒലികൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞത് 20 മുതൽ 40 വയസ്സുകളിലാണ് ആ പ്രണയത്തിനൊരു... ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. സനു ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പുകൾ അങ്ങേയറ്റം ടോക്സിക് ആണ് അറിഞ്ഞാൽ പോലും, മനസ്സിലായാൽ പോലും, അതിനെ അംഗീകരിച്ചാലും നമുക്കതൊന്ന് പുറത്തു വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പലരും അതിൽ തന്നെ ഈ ടോക്സിറ്റികളെ എല്ലാം ടോളറേറ്റ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ തുടരുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സ്റ്റക്കായി പോകുന്നത്, നമുക്കതൊന്ന് പുറത്തു വരാൻ സാധിക്കാതിരിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ് എനിക്ക് തോന്നുന്നു. കാരണം അത് തന്നെയാണ് അതിൻ്റെ ഒരു മറുവശവും. പ്രണയം ഒരു തരം അഡിക്ഷൻ കൂടിയാണ്. ആലോചിച്ച് നോക്കൂ, നമുക്കിഷ്ടമുള്ള ആളെ കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾ പരിഗണിക്കാതെ നമ്മളിൽ ഒരു കൺട്രോൾ ഇല്ലായ്മയുണ്ടാവും. എത്ര കിട്ടിയാലും ആ പ്രണയിയോടുള്ള സ്നേഹം നമുക്ക് കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ.
കൂടുതൽ കൂടുതൽ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ പ്രണയത്തിനോ ആയിരിക്കും ജീവിതത്തിൽ പിന്നെ ഏറ്റവും വലിയ പ്രാധാന്യം. മറ്റു കാര്യങ്ങളെല്ലാം തിരസ്കരിച്ച് നമ്മൾ ആ പ്രണയത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് നഷ്ടങ്ങളുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ പോലും അതുമായിട്ട് മുന്നോട്ട് പോകാനായിരിക്കും. അപ്പോൾ മനോരോഗങ്ങളിൽ ലഹരി രോഗങ്ങളെ കാണുന്ന അതേ ക്രൈറ്റീരിയ തന്നെ ചിലപ്പോൾ, അതുകൊണ്ടാണ് ലവും ഒരു അഡിക്ഷനായിട്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണും. അപ്പോൾ ലവ് ഒരു അഡിക്ഷൻ ആകുമ്പോൾ ഉള്ള കുഴപ്പം, നമുക്കതൊരു ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് ഇറങ്ങി വരാൻ മിക്ക വ്യക്തികൾക്കും ബുദ്ധിമുട്ടാണ്. ഒന്ന്, ആ വ്യക്തി ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പേസ്, ആ വാക്യൂം ഫില്ല് ചെയ്യാൻ മിക്കവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ആ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന നല്ല ഓർമ്മകൾ വിട്ടുകളയാൻ പാടാണ്. അപ്പോൾ മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നഷ്ടത്തിൽ, ഒരു പ്രണയ തകർച്ചയിൽ നിന്നോ ഒരു ബന്ധത്തിലെ നഷ്ടത്തിൽ നിന്നോ മുന്നോട്ട് പോകാൻ പലർക്കും പേടിയാണ്. അതാണ് ഒന്ന്. അത് വിട്ടുകഴിഞ്ഞാൽ ആ സ്പേസിനെ പേടിയാണ് ആൾക്കാർക്ക്. അവിടെ ആരെങ്കിലും നമുക്ക് വേണം. മനുഷ്യകുലത്തിന് സൈക്കോളജിക്കലി നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളത്. കാരണം മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണല്ലോ, ഒറ്റയാന്മാരല്ല. അപ്പം അപ്പുറത്ത് നമുക്ക് നമ്മുടെ ജീവിതം ഷെയർ ചെയ്യാൻ ആൾക്കാർ വേണം. പക്ഷേ മറുവശത്തെന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഒരു ബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് വളരെ നമുക്ക് ദുർഘടമാണ്, അത് നമ്മളെ തകർത്ത് കളയും എന്നറിഞ്ഞാൽ പോലും ചില ബന്ധങ്ങളിൽ നമുക്ക് ഇറങ്ങി വരാൻ, അതിനകത്ത് സങ്ക് കോസ്റ്റ് ഇഫക്റ്റ് എന്നൊക്കെ പറയും. നമ്മളൊരു ബാങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഉറപ്പായിട്ടും നഷ്ടത്തിലേക്ക് പോകും എന്ന് കരുതിയ ഒരു ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ കുറേ ടൈമും നമ്മുടെ സമയവും നമ്മുടെ ഇമോഷൻസ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അതിനെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാനുള്ള ഒരു വാഞ്ചയാണ് പിന്നെ നമ്മളെ നയിക്കുന്നത്. അതിലേക്ക് പിന്നെയും കൂടുതൽ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ചില ബന്ധങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങി വരാൻ പാടില്ല. പിന്നെ ഇറങ്ങി വരുമ്പോഴുണ്ടാകുന്ന ഒരു അടിസ്ഥാനമില്ലായ്മ, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ബോൾഡ്നെസ് ഇല്ലായ്മ, അതെല്ലാം ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഡോക്ടർ, സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നവർക്കും, ഇപ്പോൾ ഡോക്ടർ ഉള്ളിലും ഒരു ചെറിയ പ്രണയമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇന്ന് ഈ ദിവസം ആഘോഷിക്കുന്നവർക്കും ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് അവരോട്? എല്ലാ മനുഷ്യരുടെ ഉള്ളിലും പ്രണയമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രണയത്തെ തിരസ്കരിക്കേണ്ട കാര്യമില്ല, എന്നാൽ ആ പ്രണയം നമുക്കൊരു തമസാകാനും പാടില്ല. അപ്പോൾ ഒരു വെളിച്ചമാകാൻ എല്ലാവർക്കും കഴിയട്ടെ. സ്വന്തം ജീവിതത്തിലും ഒപ്പം ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലെ സ്നേഹം ഒരു വെളിച്ചമാകാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും പ്രണയത്തിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക തന്നെ വേണം, അത് അനുഭവിക്കുക തന്നെ വേണം. ഈ ലോകത്ത് നമുക്കൊരു ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളോടും കൂടി ഒരു അർത്ഥപൂർണമായ ഒരു ജീവിതം ഉണ്ടാകും. അപ്പം മീനിങ് ഫോർ ലൈഫിൽ ലവ് ഹാസ് എ ബിഗ് റോൾ. ആ മീനിങ് ഫോർ ലൈഫിൽ ആ ലവിനെ തിരസ്കരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ സഫറിങ്ങും അല്ലെങ്കിൽ ഒരു നിസ്സംഗതയിലേക്കുമൊക്കെയാണ്. മനുഷ്യനായിട്ട് ജീവിക്കുന്നതിൽ പ്രണയത്തിന് വലിയൊരു റോളുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി അത് നമ്മളോട് ചേർക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പ്രണയ ദിനത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. ശരി ഡോക്ടർ, ആരോഗ്യകരമായ പ്രണയം എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കിപ്പോൾ ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷീന ജി സോമനാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.